ഹലോ ഫ്രണ്ട്സ്, ലക്കിക്കുട്ടിന് ചെറിയൊരു വയ്യായ്ക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കുറച്ച് ഭക്ഷണം കഴിക്കുന്നുള്ളൂ. അപ്പോൾ അവനെ ഒരുപാട് നാളായിട്ട് വണ്ടി കയറ്റിയിട്ട് അവൻ ഇരിക്കുന്നില്ല. ഇങ്ങനെ എടുത്ത് ചാടി പുറത്ത് പോകാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം അവനെ വണ്ടിയിൽ കയറ്റലില്ല. അവന് കുഞ്ഞിൽ വന്നപ്പോൾ വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുപോയതാണ്. കുറേ നേരം കഴിഞ്ഞിട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ശ്രമിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല കുട്ടിയായിട്ട് ലക്കിക്കുട്ടൻ ബാക്കിൽ ഇങ്ങനെ ഇരുന്ന് അടിപൊളിയായിട്ട് ഇരുന്നു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ അടിച്ചു. കാരണം എങ്ങനെ എത്തിക്കും, ഹോസ്പിറ്റൽ വരെ എത്തിക്കും, കുറച്ച് ദൂരമാണ്. എറണാകുളത്ത് നിന്ന് ഞാൻ പറവൂർ വരെയും പോയിട്ടോ. ദേ ചെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ തന്നെ ദേ വഴിക്ക് ഒരു വില്ലൻ നിൽപ്പുണ്ടായിരുന്നു. ഇവനെ കുറച്ച് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഹോസ്പിറ്റലാണ് കേട്ടോ, നല്ല ഡോക്ടറാണ്. അങ്ങനെ ലക്കിക്കുട്ടനെ ടെസ്റ്റൊക്കെ ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. പിന്നെ അവനെന്താണ് പ്രശ്നം, വല്ല പനി എന്തെങ്കിലും ഉണ്ടോ, ഫുഡൊക്കെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നോക്കി. വലിയ കുഴപ്പമൊന്നുമില്ല. ബ്ലഡൊക്കെ ചെക്ക് ചെയ്തു, മരുന്നൊക്കെ തന്നു, കുറേ മരുന്നുകൾ തന്നു കേട്ടോ. അവനക്ക് മരുന്നൊക്കെ തന്ന് ബില്ലൊക്കെ കണ്ടു. ഞാൻ ബോധം കിട്ടും. ഒരു മനുഷ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുതന്നെ ഇരട്ടി നല്ല പൈസയായിട്ടോ. പിന്നെ ഇത് ലക്കിക്കുട്ടൻ തിരിച്ച് വന്നപ്പോൾ നല്ല ഓക്കെ ആയി. ഇത് ഡ്രൈവർ സീറ്റിലേക്ക് നിന്നിട്ട് അടിപൊളിയായിട്ട് ഇരുന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ടാറ്റാ, ബൈ.